അങ്ങനെ നമ്മൾ പ്രണവ് മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ള ഡീസറേ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. രാഹുൽ സദാശിവൻ ഡയറക്ടറായിട്ടുള്ള പടത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് എന്ന് പറയാം അല്ലേ? അതെ അതെ. പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എന്താ പറയാ 12 മണിക്ക് ഇപ്പം സമയം ഏതാണ്ട് ഇപ്പോൾ ഒരു 12 മണി അടുപ്പിച്ചായി. നമ്മൾ ഷോ കണ്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് 30 നമ്മൾ ഫാൻ ഷോയിലാണ് കണ്ടിരിക്കുന്നത്. നാളെയാണ് റിലീസ്. ഒരു രക്ഷയില്ലാത്ത അനുഭവം. നിങ്ങൾ രാഹുൽ സദാശിവൻ്റെ തന്നെ ഇതിന് മുമ്പുള്ള ഒരു സിനിമയുണ്ടല്ലോ, ഭൂതകാലം എന്ന് പറയുന്ന സിനിമ കണ്ട് എക്സ്പീരിയൻസ് അടിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, തിയേറ്ററിൽ പോയി കാണണമെന്ന് വിചാരിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പടം തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക അല്ലേ? സത്യം പറഞ്ഞ ഞാൻ മുഖമൊക്കെ പൊത്തിയാണ് ഇരുന്നത്. അതെ, പേടിച്ച് പണ്ടാറടങ്ങിപ്പോയി. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഇത് വ്യക്തിനെ കാണിക്കാതെ ഭൂതകാലത്തിൽ കാണിച്ചതുപോലെ തന്നെ. അതായത് ഈ വെള്ള സാരി ഉടുത്ത പ്രേതം അല്ലെങ്കിൽ പാട്ടും പാടിക്കൊണ്ടുവരുന്ന പ്രേതം എന്നൊക്കെ പറഞ്ഞ് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു ഫീല് തരുകയാണ്. പ്രേതത്തിനെ കാണിക്കുക എന്നല്ല, ആ ഒരു ഹോണ്ടിങ് ഫീലാണ് അല്ലേ? ആരോ പുറകിലുണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സാധനമുണ്ട്. അതാണ് ഞാൻ പറയാൻ പറ്റത്തില്ല. പിന്നെ വേറെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേടിക്കുന്ന സീനൊക്കെ വന്ന സമയത്ത് ഞാൻ പൊത്തിയിരിക്കുന്നത് വിപിൻ ബ്രോനെ തട്ടിയിരിക്കുന്നത് എന്താണ് ഇത്? പേടിച്ചതിന്റെ ഒരു എഫക്റ്റിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഈ സിനിമ പോയി തിയേറ്ററിൽ തന്നെ പോയി പടം കാണാൻ ശ്രമിക്കുക. കാര്യം ഇതുപോലുള്ള സിനിമകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഈ വൈറ്റ് സാരി കൊടുത്തുകൊണ്ട് നടക്കുന്ന പ്രേതം എന്നൊക്കെ പറഞ്ഞുള്ള കോമഡി പീസുകൾ കഴിഞ്ഞു. ശരിക്കും ആ ഒരു ഫീൽ അല്ലേ ശരിക്കും അല്ലേ? എനിക്കിപ്പോഴും സത്യം പറഞ്ഞ ആ സീനൊക്കെ വന്ന് ഞാൻ ഇതായിട്ട് പറയുമല്ല, സീനൊക്കെ ചില സീനൊക്കെ വന്നപ്പോൾ മിക്കതും ഞാൻ കണ്ണും പൊത്തിരിക്കും. ധൈര്യമുള്ളവർ പോയി കാണുക ഉള്ള കാര്യം പറയല്ലോ. ധൈര്യമുള്ളവർ പോയി നല്ല തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. കാര്യം അത്രയും ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള ഒരു സിനിമയാണ്. സത്യം. അതുപോലെ തന്നെ നല്ല ഓഡിയൻസിൻ്റെ കൂടെ, അല്ല വെറുതെ കിടന്ന് നിലവിളിക്കുന്ന ആൾക്കാരുടെ അടുത്തൊന്നും പോയി ഇന്ന് കാണാതെ. നമ്മള് ഫാൻ ഷോയിലാണ് പോയേട്ടോ, എന്നിട്ട് പോലും എല്ലാരും സൈലന്റ് അയ്യോ. പിന്നെ അതുപോലെ തന്നെ ചില സസ്പെൻസ് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് സ്പോയിൽ ചെയ്യരുത്. അത് നേരെ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ സിനിമകളെ കുറിച്ച് സാധാരണ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിങ് സ്കില്ലിനെ കുറിച്ചൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷേ ഈ സിനിമയിൽ ഒരു സ്ഥലത്ത് പോലും നമ്മൾ അങ്ങനെ ഒരു സാധനത്തിനെ കുറിച്ച് ആലോചിക്കുന്ന പോലും ഇല്ല അല്ലേ? അതെ അതെ അതെ. പുള്ളിക്കാരനാണെങ്കിൽ സത്യം പറഞ്ഞ ഇത് മോഹൻലാലിൻ്റെ മോനാണ് അഭിനയിക്കുന്നത്. ഇത് ഒരു ഇതൊന്നുമില്ല എന്താ സത്യം പറഞ്ഞാൽ ആ കഥാപാത്രമായിട്ട് പുള്ളിക്കാരൻ ലയിച്ചങ്ങ് ചെയ്തിരിക്കുക. ശരിക്കും അത് തന്നെ. നമ്മൾ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ ഇതിലുള്ളൂ എന്നുള്ളതാണ് ഈ സിനിമയിൽ. അല്ലെങ്കിൽ എടുത്ത് നമുക്ക് പേര് ഓർത്ത് പറയാൻ പറ്റുന്ന ആൾക്കാരുമില്ല. അതുപോലെ ഇതിൽ എടുത്ത് പറയേണ്ട ജിബിൻ എന്ന് പറഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നു പുള്ളി തന്നെയാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹീറോ പോലെ അഭിനയിച്ചിരിക്കുന്നത്. പുള്ളിയൊക്കെ വളരെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പല കാസ്റ്റിങ്ങും നമുക്ക് പറയാൻ പറ്റില്ല, സ്പോയിലർ ആയി പോകും. അതുകൊണ്ടാണ് പറയാത്തത്. നിങ്ങൾ എന്താ പറയാ, പെർഫോമൻസിനും ടെക്നിക്കൽ ക്വാളിറ്റിക്കും എല്ലാത്തിനും എല്ലാ രീതിയിലും മികവുള്ള ഒരു നല്ല സിനിമ അല്ലേ? പിന്നെ വേറെ കേസ് മനധൈര്യമുള്ളവര് പോയി കാണുക. എന്നെ പോലുള്ള ആൾക്കാർ പോയി കാണാതിരിക്കുക. അതിന് കുറച്ച് ചങ്കുറപ്പുള്ള ആൾക്കാർ, പേടിക്കില്ല എന്ന് സ്വയം വിശ്വസിക്കുന്ന ആൾക്കാർ ധൈര്യമായിട്ട് പോയി കാണുക. അല്ലാത്തവർക്ക് കാണാം, പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ മുഖം ഇങ്ങനെ പൊത്തി ഞാൻ പൊത്തി ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച്, സത്യം പറയുന്ന തുറന്നു പറഞ്ഞ് ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. എന്തായാലും സൂപ്പർ സിനിമ, എല്ലാവരും പോയി കാണണം. താങ്ക് യു സോ മച്ച്.